നമ്മളെല്ലാം പലതരം ഇലകൾ കറി വെച്ച് കഴിക്കുന്നവരാണ്. പലതരം ഇലകൾ പല രീതിയിൽ നമ്മൾ കറി വെച്ച് കഴിക്കാറുണ്ട്. ഓരോ ഇലയും പോഷക സമ്പുഷ്ടമാണ്. അത്തരം ഒരു ഇലയെ പറ്റി പരിചയപ്പെടുത്തിയാണ് ഞാൻ ഈ എപ്പിസോഡിൽ. ചിക്രുമാനിസ്. എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഈ പേര്. ഒരുപക്ഷെ എല്ലാ ഭവനങ്ങളിലും ഇത് കാണുമായിരിക്കാം. പക്ഷേ പലരും ഇതിന്റെ ഗുണങ്ങൾ അറിയാതെ ഇത് വെട്ടി നശിപ്പിക്കാറുണ്ട്. എന്നാൽ ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങും. നമുക്ക് ഈ ചീരയെ പരിചയപ്പെടാം. ഇതാണ് ചിക്കുർമാനിസ് ചീര. ഇത് പല നാടുകളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. മൈസൂർ ചീര, ബ്ലോക്ക് ചീര, വേലിച്ചീര, പ്രഷർ ചീര, മലയച്ചീര എന്നിങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. ഇതിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, സിങ്ക്, കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് എന്നിവ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്നു. ചിക്കുർമാനിസ് ചീര കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ചീരയുടെ ഏതളവിലുള്ള തണ്ട് നമുക്ക് മുറിച്ചെടുക്കാവുന്ന ഉദ്ദേശത്തിന് ഇത്രയും പോകുന്ന തണ്ട് നമുക്ക് മുറിച്ച് നട്ടാലുണ്ടാകും. നട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ പൂക്കൾ ഉണ്ടാവുകയും പൂക്കളിൽ നിന്ന് ഇതുപോലുള്ള കായകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ തണ്ടാണ് നമ്മളിപ്പോൾ നടാൻ ഉപയോഗിക്കുന്നത്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നടാൻ. വളത്തിന്റെ തീരെ ആവശ്യമില്ല. നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് തോരൻ ഉണ്ടാക്കാനും ഉപ്പുമാവ്, വട എന്നിവയിൽ ചേർക്കാനൊക്കെ നല്ലതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഈ ചീര കൃഷി ചെയ്യണം. ഒരു വീടിനാവശ്യമായ ചീര ഒരു 5 കടയിൽ നിന്ന് നമുക്ക് ആഴ്ചയിലൊരിക്കൽ പറിക്കാൻ കിട്ടും. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഇത് കൃഷി ചെയ്യാം. ചെടിച്ചട്ടികളിൽ ഇത് നട്ട് കൃഷി ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.